മുഖം ചാർത്തും മേശാന്തി. മുഖം ചാർത്തി ആ സമയത്ത് കിങ്ങിണി കെട്ടി കോണകം എടുത്തിട്ടുള്ള ഒരു ഭാവത്തിലായിരിക്കും ഗുരുവായൂരപ്പനെ ചാർത്തുക. വളരെ ചെറിയ ഭാവം എന്നാണ് പറയുക. അങ്ങനെ ഓടക്കുഴൽ പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഓടക്കുഴൽ അരയിൽ തിരികിയിട്ടോ എങ്ങനെയെങ്കിലും ആയിട്ട് ചിലപ്പോൾ കയ്യിൽ കൊടുത്തുകൊണ്ടുള്ള ഭാവത്തിലാവും. വലിയ ആഘോഷങ്ങളായിട്ടുള്ള ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ കൊറോണ എന്ന മഹാമാരി ഉള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു ആഘോഷമായിരുന്നു ആ കാലത്ത്. കാരണം ആരുടെയും ഒരു പരിഭവവും കേൾക്കാനില്ല. ധാരാളം ഒരാളുടെ ഞാനും ഗുരുവായൂരപ്പനും മാത്രം ഗുരുവായൂർ അമ്പലത്തിൽ ഈ 2:15 എണീച്ചിട്ട് 12:45 1 മണി സമയത്താണ് ഒരു മേശാന്തിയെ സംബന്ധിച്ച് വെള്ളം ഇറക്കാൻ സാധിക്കുള്ളൂ. അതുവരെ മേശാന്തി ശുദ്ധവാസം തന്നെയാണ്. ഒന്നും കഴിക്കാണ്ട് ഭഗവാനെ പൂജിക്കാൻ വേണ്ടിയിട്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ആ മേശാന്തി പദം കിട്ടിക്കഴിഞ്ഞാൽ മുതൽ നമ്മൾ നാമം ജപിക്കാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്തിരിക്കും. അത് ഭഗവാൻ നമ്മളിലേക്ക് എത്തിയിരിക്കും. അതാണ് അവിടുത്തെ സത്യം. ഈ ഷുഗറൊക്കെ കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടില്ല. പായസം ഭഗവാനെ പൂജിച്ച പായസം ധാരാളം കഴിക്കും. അപ്പോഴും ഒരു പ്രശ്നമില്ല. വെണ്ണ ധാരാളം കഴിക്കും. ഭഗവാന്റെ ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ ധാരാളം കഴിക്കും. ഇതൊക്കെ കഴിച്ചാലും ഷുഗർ ആ 6 മാസം വരെ ഒരു പ്രശ്നമില്ലാണ്ട് അത് ഭഗവാൻ തന്നെയാണ് കൊണ്ടു നടത്തുന്നത്. ഭഗവാൻ തിരഞ്ഞെടുക്കുന്നു. അതിൽ യാതൊരു വ്യത്യാസവും. ഭഗവാൻ തന്നെ തിരഞ്ഞെടുക്കുകയാണ് മേശാന്തിയെ. ഇനി 6 മാസം എന്നെ പൂജിക്കേണ്ടത് ആരാണെന്ന് ഭഗവാൻ തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുത്തിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് അതിൻ്റെ ബാധ്യത. അത് അദ്ദേഹം നിറവേറ്റി തരുന്നുള്ളൊരു വിശ്വാസമാണ് അവിടെ. കൃഷ്ണ കാരുണ്യസിന്ധോ കൃഷ്ണ ആപദ്ബാന്ധവ കൃഷ്ണ ഹരി. ഗുരുവായൂർ അമ്പലത്തിൽ എന്ന് പറയുന്നത് സാധാരണ രാവിലെ 3 മണിക്ക് നട തുറക്കും. 3 മണിക്ക് നട തുറക്കണമെങ്കിൽ മേൽശാന്തി ആണ് അതിൻ്റെ ചുമതല. ആ മേൽശാന്തി സാധാരണ 2:15 ഏകദേശം 2:15 കൂടിയിട്ട് എണീച്ച് അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 2:30 കൂടിയിട്ട് 2:35 ഒക്കെ ആകുമ്പോഴേക്കും അദ്ദേഹം കുളത്തിലേക്ക് എത്തും. കുളത്തിലെത്തിക്കഴിഞ്ഞാൽ ഹരിനാമകീർത്തനം വെച്ച് കഴിഞ്ഞാലാണ് അദ്ദേഹം മുങ്ങാറുള്ളൂ കുളത്തിൽ. പോയ ഉടനെ മുങ്ങാറില്ല. ഹരിനാമകീർത്തനം വെച്ച് കഴിയുന്നത് അഹസ് പിളരുക എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. അതായത് 2:30 കഴിഞ്ഞാലാണ് പിറ്റേ ദിവസം ആവുന്നത് എന്ന്. അതുവരെ തലേ ദിവസം എന്നാണ് പറയുക. അപ്പോൾ പിറ്റേ ദിവസം ആയാലാണ് കുളിച്ചാൽ ശുദ്ധമാവുള്ളൂ. അല്ലെങ്കിൽ തലേ ദിവസം കുളിച്ച പോലെയാവും. അപ്പോൾ ഹരിനാമകീർത്തനം വയ്ക്കുന്ന സമയത്താണ് ഈ മേശാന്തി മുങ്ങാറുള്ളൂ. മേശാന്തി മുങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കുളിച്ച് പിന്നെ തട്ടെടുത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥാനചിഹ്നമായിട്ടുള്ള താക്കോലും അതേപോലെ തന്നെ ഒരു കിണ്ടിയായിട്ട് അദ്ദേഹം കിഴക്കേ വഴിക്ക്, അതായത് കൊടിമരത്തിൻ്റെ അധികനെ വിളക്കും ആയിട്ട്, അതായത് കാര്യസ്ഥൻ വിളക്കുമായിട്ട് പിടിച്ചിട്ടാണ് അദ്ദേഹം മേശാന്തി അകത്തേക്ക് കിടക്കുക. അതിൻ്റെ ഒപ്പം മെതിയടി ധരിച്ചിട്ടുണ്ടാവും. മെതിയടി എന്ന് പറയുന്നത് അശുദ്ധമായിട്ടുള്ള ഒരു സാധനം ചവിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെതിയടി ഇടുന്നത് മേശാന്തി. അത്രയും പ്രാധാന്യം മേശാന്തിക്കുള്ളത് കൊണ്ടാണ് മേശാന്തിക്ക് മെതിയടി ധരിക്കണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കിണ്ടിയിൽ വെള്ളം പോകുന്ന വഴിക്ക് വെള്ളം ഒഴിച്ചിട്ട് ശുദ്ധാക്കിയിട്ട് വേണം മേശാന്തി അകത്തേക്ക് കിടക്കാൻ. അങ്ങനെ കടന്നു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞാൽ മെതിയടി ദ്വാരത്തിൻ്റെ അവിടെ, അപ്പുറം കിഴക്കേ ദ്വാരത്തിൻ്റെ അവിടെ ഊരി വയ്ക്കും. അത് കഴിഞ്ഞാൽ അകത്തേക്ക് കടന്ന് ഗണപതി ഭഗവാനെ ആദ്യം ഒന്ന് തൊഴും. ഗണപതി ഭഗവാൻ തൊഴുതതിന് ശേഷം ഇവിടെ നിവേദ്യത്തറ എന്ന് പറയും, ആ തടപ്പള്ളിയുടെ മുമ്പിലുള്ള ഭാഗം, അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ദേഹശുദ്ധി ഒക്കെ ചെയ്യും. ദേഹശുദ്ധി ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം 2:55 ഒക്കെ ആകുമ്പോൾ അകത്തേക്ക് കടക്കും. അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ സാധാരണ കീശാന്തിമാർ
ഇത് തുറന്നിട്ടുണ്ടാവും, ആ മുഖമണ്ഡപത്തിലെ വാതിൽ നട തുറന്നിട്ടുണ്ടാവും. അകത്തെ ശ്രീകോവിലിൻ്റെ അത് അവർ തുറക്കില്ല, അത് മേശാന്തി തുറക്കാൻ പാടുള്ളൂ. അങ്ങനെ 3 മണി എന്ന് പറയുന്ന സമയം ആയിക്കഴിഞ്ഞാൽ കോയ്മ പറയും മേശാന്തി നട തുറക്കാം എന്ന് കോയ്മ പറയും. ആ സമയത്ത് നമ്മൾ നടയുടെ തുറക്കുകയാണ് ചെയ്യുക. അതാണ് നിർമ്മാല്യ ദർശനം എന്ന് പറയുന്ന സമയം. കൃത്യം 3 മണിയാണ്. അത് ഗുരുവായൂരെ സംബന്ധിച്ച് 2:59 ആവില്ല, 3:01 ആവില്ല. 3 മണി എന്ന് പറഞ്ഞാൽ 3 മണി തന്നെ. ആ സമയത്ത് 3 മണി അടിക്കുന്നുണ്ടാവും. വലിയ മണി, പുറത്തെ മണി 3 പ്രാവശ്യം അടിക്കുന്ന സമയത്താണ് ഈ നടയാണ് തുറക്കുക. നടയാണ് തുറന്നു കഴിഞ്ഞാൽ ആദ്യം മേശാന്തി അവിടെ ഇരുന്ന് പൂജാപാത്രമൊക്കെ വെച്ച് ശംഖുപൂരണം മറ്റുള്ള ആത്മാരാധന മുതലായുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് നേരം ഉണ്ടാവും. ആ 2 മിനിറ്റ് നേരം, 2-3 മിനിറ്റ് നേരം മേശാന്തി ചെയ്യുന്ന അതുവരെ നിർമ്മാല്യം തലേ ദിവസത്തെ ചാർത്തിയതും എല്ലാം ഭഗവാനെ അണിയിച്ച മാലകളും ഒക്കെ നമുക്ക് കാണാനുള്ള ആ സമയം, അതാണ് നിർമ്മാല്യ ദർശനം എന്ന് പറയുന്നത്. ഒരു 2-3 മിനിറ്റാണ് ഉണ്ടാവുള്ളൂ മേശാന്തി അവിടെ ഇരുന്ന് ആ ചെയ്യുന്ന ഒരു സമയം വരെ. അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ആ ചന്ദനം ചാർത്തിയതും മുഖം ചാർത്തിയതും മാലകളും എല്ലാം എടുത്ത് അത് പുറത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഭഗവാന് ഒരു കുടം എണ്ണ അഭിഷേകം ചെയ്യും. എണ്ണ അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാഗച്ചാർത്താണ്, വാഗപ്പൊടി ഭഗവാന് അഭിഷേകം ചെയ്യും. അഭിഷേകം ചെയ്ത് ഈ തലേ ദിവസം ചാർത്തിയ ചന്ദനവും കളഭവും ഇതെല്ലാം പന്നിയുടെ രോമം കൊണ്ടുണ്ടാക്കിയ ഒരു ബ്രഷ് ഉണ്ട്. ആ ബ്രഷ് കൊണ്ട് എല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കണം മേശാന്തി. അത് മേശാന്തി ചെയ്യാൻ പാടുള്ളൂ. മേശാന്തിയോ പിന്നെ ഓദിക്കന്മാരോ തന്ത്രിയോ, ഓദിക്കന്മാരും തന്ത്രിയോ ഒന്നും എല്ലാ ദിവസവും ഒന്നും ഉണ്ടാവില്ല. ഉള്ള ദിവസം അവർ നമ്മളെ സഹായിക്കും. അല്ലെങ്കിൽ മേശാന്തി തന്നെ അത് ഓരോന്ന് ഇടയിലൊക്കെ പിടിച്ചിട്ടുണ്ടാവും. സാധാരണ ബിംബം കഴുകണ പോലെ ഈഞ്ച അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വെച്ച് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം കഴുകാറില്ല, ഉരയ്ക്കാൻ പാടില്ല. അതിനാണ് വളരെ നൈസായിട്ടുള്ള പന്നിയുടെ രോമം കൊണ്ട് ഒരു ചെറിയൊരു ബ്രഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഉരച്ച് ആ ചന്ദനവും കളവും ഒക്കെ ഇടയിലിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എടുക്കണം. അങ്ങനെ എടുത്തതിന് ശേഷം ധാരാളം വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യും. ധാരാളം വെള്ളം കൊണ്ട് 4 ഭാഗവും പീഠവും അതുപോലെ വിഗ്രഹവും ഒക്കെ നല്ലോണം അഭിഷേകം ചെയ്തതിന് ശേഷം പിന്നത്തെ ചടങ്ങ് എന്ന് പറയുന്നത് ശംഖാഭിഷേകമാണ്. വലംപിരി ശംഖു കൊണ്ട് വേദമന്ത്രങ്ങളെ ചൊല്ലി അഭിഷേകം ചെയ്യുകയാണ് ചെയ്യുക. ശംഖാഭിഷേകം വളരെ പ്രധാനമായിട്ടുള്ള ഒരു ചടങ്ങാണ് ശംഖാഭിഷേകം എന്ന് പറയുന്നത്. ആ അഭിഷേക തീർത്ഥമാണ് നമ്മൾ സേവിക്കുന്നത് ദിവസവും. ആ ഗുരുവായൂരപ്പനെ അഭിഷേകം ചെയ്ത ആ തീർത്ഥാണ് പുറത്ത് നമ്മൾ സേവിക്കുന്നത്. അങ്ങനെ അതൊക്കെ അഭിഷേകമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശംഖാഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ മലർനേദ്യമാണ്. മലർനേദ്യം ആയി കഴിഞ്ഞാൽ നട അടയ്ക്കും. നട അടച്ചിട്ടാണ് മലർനേദ്യം. മലര് നേദിച്ച് കഴിഞ്ഞാൽ ധാരാളം മലരുണ്ടാവും നേദിക്കാൻ. നമ്മളെപ്പോലെ സാധാരണ അമ്പലത്തിലെ പോലെ ഒരു ചെറിയ ഓടത്തിൽ മലർനേദിക്കൊന്നുമല്ല, വലിയ കുട്ടകങ്ങളിലായിട്ട് മലര് നേദിക്കും ഗുരുവായൂരപ്പന്. ആ മലര് മുഴുവൻ നേദിച്ചു കഴിഞ്ഞാൽ മുഖം ചാർത്തും മേശാന്തി. മുഖം ചാർത്തി ആ സമയത്ത് കിങ്ങിണി കെട്ടി കോണകം എടുത്തിട്ടുള്ള ഒരു ഭാവത്തിലായിരിക്കും ഗുരുവായൂരപ്പനെ ചാർത്തുക. വളരെ ചെറിയ ഭാവം എന്നാണ് പറയുക. അങ്ങനെ ഓടക്കൊള്ളിൽ പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഓടക്കൊള്ളിൽ അരയിൽ തിരികിയിട്ടോ എങ്ങനെയെങ്കിലും ആയിട്ട് ചിലപ്പോൾ കയ്യിൽ കൊടുത്തുകൊണ്ടുള്ള ഭാവത്തിലാവും. അത് മേശാന്തിക്ക് എന്താണോ ആ സമയത്ത് തോന്നുന്നത് അതുപോലെ ചാർത്തുക എന്നാണ്. മുഖം മാത്രമേ ചാർത്തുള്ളൂ. മുഖം ചാർത്തി കിങ്ങിണി കെട്ടി കോണമൊക്കെ ഒടിപ്പിച്ച് അങ്ങനെയുള്ള ആ ഭാവത്തിൽ ചാർത്തി പിന്നെ ഒരു 4:15 ഒക്കെ ആകുമ്പോഴേക്കും തുറക്കും. തുറന്നു കഴിഞ്ഞാൽ മേശാന്തി കുറച്ച് നേരം പ്രസാദം കൊടുക്കാതിരിക്കും, പിൻവശത്തിരിക്കും. 4:30 മണിയായി കഴിഞ്ഞാൽ ഉഷനേദ്യമാണ്. ശർക്കര പായസമാണ് ഭഗവാന്. സ്വർണ്ണ ഉരുളിയിൽ ശർക്കര പായസം നേദിക്കുകയാണ് ചെയ്യുക. അതാണ് ഉഷനേദ്യം എന്ന് പറയുന്നത്. ആ ഉഷനേദ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4:45 ഒക്കെ ആകുമ്പോഴേക്കും മേശാന്തി പിന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മുറിയിലേക്ക് പോകും.
ആ സമയത്ത് ഓദിക്കന്മാർ വന്നിട്ട് അവിടെ പ്രസാദം കൊടുക്കാതിരിക്കും കുറച്ച് നേരം. ഒരു 5:30 കൂടിയിട്ട് മേശാന്തി കുളിച്ച് വരും. കുളിച്ച് വന്നു കഴിഞ്ഞാൽ ഉഷപൂജയാണ്. ഉഷപൂജ തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഒരു 6:15 കൂടി ഉഷപൂജ കഴിയും. പിന്നെ ഒരു 6:30-ക്ക് ശിവേലി ആരംഭിക്കും, ഗുരുവായൂരപ്പൻ്റെ ആദ്യത്തെ ശിവേലി. ആ ശിവേലി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6:30-ക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 7 മണി വരെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അത് തിരക്കിനനുസരിച്ച് 7:15 7:30 അതൊക്കെ സാധാരണ പോലെ. എന്തായാലും 7 മണി എന്ന് പ്രതീക്ഷിക്കാം. 7 മണി മുതൽ പിന്നെ മേശാന്തി ശിവേലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മേശാന്തി പ്രസാദം കൊടുക്കാതിരിക്കും. പിന്നത്തെ പൂജ പന്തീരടി പൂജ. സൂര്യൻ 12 അടി മുഴപ്പോട്ട് പൊന്തിക്കഴിഞ്ഞാലാണ് പന്തീരടി എന്ന് പറയുക. അപ്പോൾ അത് ചെയ്യേണ്ടത് തന്ത്രിയോ അല്ലെങ്കിൽ ഓദിക്കന്മാരോ ആണ്. അപ്പോൾ നിത്യവും തന്ത്രിക്ക് വരാൻ സാധിക്കാത്തത് കാരണം ഓദിക്കന്മാർക്കാണ് അതിൻ്റെ ചുമതല ഉണ്ടാവുക. ഇപ്പോൾ ഓദിക്കന്മാർ 4 കുടുംബക്കാരുണ്ട്. ആ 4 കുടുംബത്തിൽ ഒരു കുടുംബത്തിന് അതിൻ്റെ ചുമതല കൊടുത്തിട്ടുണ്ടാവും. അദ്ദേഹം അവിടെ വന്നിട്ട് പന്തീരടി പൂജ, പന്തീരടിക്കാണ് അഭിഷേകം, ഗുരുവായൂരപ്പന് അഭിഷേകമൊക്കെ ചെയ്യുന്നത് പന്തീരടി പൂജയ്ക്കാണ്. ആ പന്തീരടി പൂജയ്ക്ക് അഭിഷേകം, നവകാഭിഷേകം, പാലഭിഷേകം വളരെ പ്രധാനമാണ്. പാലഭിഷേകമൊക്കെ വലിയ വലിയ കുടത്തിൽ പാലഭിഷേകം ചെയ്യും. ആ സമയത്ത് ഭഗവാന് എത്രയാ അഭിഷേകങ്ങൾ ഉണ്ടാവുക ശരി, അത്രയും അഭിഷേകങ്ങളാവും. അങ്ങനെ അത് ഏകദേശം ആ പന്തീരടി പൂജ കഴിയുന്നത് ഏകദേശം ഒരു 9 മണിയോട് കൂടിയിട്ട് പന്തീരടി കഴിയും. അപ്പോൾ ഈ 7 മണിക്ക് ഇദ്ദേഹം പ്രസാദം കൊടുക്കാതിരുന്നാൽ പന്തീരടി പൂജ നേദ്യം പറഞ്ഞു കഴിഞ്ഞാൽ വരെ മേശാന്തി അവിടെ പ്രസാദം കൊടുക്കാതിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 8 മണി വരെ എന്ന് പ്രതീക്ഷിക്കാം. 8 മണിക്ക് നേദ്യം പറഞ്ഞു കഴിഞ്ഞാൽ മേശാന്തി ആ സമയത്ത് റൂമിലേക്ക് പോകും. റൂമിൽ പോയിട്ട് പിന്നീട് അദ്ദേഹം ഒരു 9:30 മണിക്കാണ് അദ്ദേഹം കുളിച്ചു വരുള്ളൂ. അതുവരെ അപ്പോൾ പന്തീരടി കഴിഞ്ഞ് ഒരു 3/4 മണിക്കൂർ നേരം ഈ ഓദിക്കന്മാരാണ് ക്ഷേത്രത്തിൻ്റെ അവിടെ പുഷ്പാഞ്ജലി പ്രസാദം കൊടുക്കാതിരിക്കും. മേശാന്തി ഒരു 9:30 9:45 ആകുമ്പോഴേക്കും തിരിച്ചു വന്നു കഴിഞ്ഞാൽ മേശാന്തി ഭഗവാനെ തൊഴുത് ഇവിടെ വന്നിരിക്കുകയാണ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ 11:30 മണിക്ക് ഉച്ചപൂജ, അത് മേശാന്തി തന്നെയാവും ചെയ്യുക. 11:30 മണിക്ക് ഉച്ചപൂജ വരെ അദ്ദേഹം അവിടെ പ്രസാദം കൊടുക്കണോടത്തുണ്ടാവും മേശാന്തി. 11:30 മണിക്ക് ഉച്ചപൂജ കഴിഞ്ഞാൽ പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 12:45 ആവും ഉച്ചപൂജ. കളഭാലങ്കാരം കൂടി കഴിഞ്ഞ് നട തുറക്കണമെങ്കിൽ 12:45 1 മണി ആണ് സമയം. അത് കഴിഞ്ഞാൽ പിന്നെ മേശാന്തി പിന്നെ പ്രസാദം കൊടുക്കാതിരിക്കില്ല, നേരെ അകത്തേക്ക് അപ്പോൾ താമസിക്കുന്ന മുറിയിലേക്ക് പോവുകയാണ് ചെയ്യുക. അതുവരെ മേശാന്തി ജലപാനം കഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെയാണ് ഈ പന്തീരടി ചെയ്ത ഓക്യൻ, അദ്ദേഹത്തിന് ജലപാനം ഇല്ല. അദ്ദേഹം മേശാന്തി വന്ന് മേശാന്തിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചതിന് ശേഷമേ അദ്ദേഹം തീർത്ഥം സേവിക്കുള്ളൂ. അതുവരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഓക്യൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പറയുകയാണെന്ന് വെച്ചാൽ അദ്ദേഹം ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ ഏകദേശം മേശാന്തിന് അതേപോലെ തന്നെയാണ് പന്തീരടി ചെയ്യുന്ന ഓക്യനും ഉണ്ടാവുക. ആ ഓക്യൻ പന്തീരടി പൂജ അല്ല ഉച്ചപൂജയ്ക്ക് മേശാന്തിയെ സഹായിക്കാനും കൂടി അദ്ദേഹം നിൽക്കും. അകത്ത് ചന്ദനം ചാർത്താനും എല്ലാത്തിനും അദ്ദേഹം ഓക്യന്മാരുണ്ടാവും. അദ്ദേഹം പിന്നെ ഉച്ചപൂജ കഴിഞ്ഞ് തീർത്ഥം ശരിക്കും പറഞ്ഞാൽ മേശാന്തിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് ആയാലാണ് അദ്ദേഹം എന്തെങ്കിലും തീർത്ഥം സേവിക്കുള്ളൂ. അങ്ങനെ പിന്നെ ഉച്ചപൂജ കഴിഞ്ഞാലുള്ള പ്രസാദം കൊടുക്കുക ഓദിക്കന്മാരാണ്. നട അടയ്ക്കണ വരെയുള്ള ഓദിക്കന്മാരാണ്. നട അടയ്ക്കാനും അത് ഓദിക്കന്മാരാണ് നട അടയ്ക്കുക. അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ മേശാന്തിയുടെ ശിഷ്യന്മാരുടെ കയ്യിൽ താക്കോല് കൊടുത്ത് അങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യുക. ഇതേപോലെ തന്നെ ഞാനുള്ള കാലത്ത് 4:30 മണിക്കാണ് നട തുറക്കുക. 4:30 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ വൈകുന്നേരം 4:30 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ 5 മണിക്ക് ശിവേലിയാണ്. 5 മണിക്ക് ശിവേലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 5:15 ആകുമ്പോഴേക്കും ആൾക്കാരെ അകത്തേക്ക് കടത്തി വിടാൻ തുടങ്ങും. പിന്നെ അസ്തമയത്തിനനുസരിച്ച് സൂര്യാസ്തമയത്തിനനുസരിച്ച് ദീപാരാധനയാണ്.
സൂര്യാസ്തമയത്തിന് ചിലപ്പോൾ 6:30-ആവാം, ചിലപ്പോൾ 6:15-ആവാം, ചിലപ്പോൾ 6 മണിക്കാവാം, ചിലപ്പോൾ 5:50 തന്നെ ആവാം. ഇപ്പോഴൊക്കെ ചിലപ്പോൾ 5:50 ശംഖ് വിളിക്കുന്നുണ്ടാവും ഈ കാലത്തൊക്കെ. കാരണം ഈ വൃശ്ചികമാസം എന്നൊക്കെ പറഞ്ഞാൽ രാത്രി കൂടുതലാണ് ഈ സമയത്ത്. അപ്പോൾ ആ സമയത്ത് 5:50 ആകുമ്പോഴേക്കും ശംഖ് വിളിക്കാൻ തുടങ്ങും. അപ്പോൾ ദീപാരാധന കഴിഞ്ഞാൽ പിന്നെ 7:30 മണിക്ക് അത്താഴപൂജയാണ്. അത്താഴപൂജ തുടങ്ങി പിന്നെ 8:30 മണിയാവും ഏകദേശം. 8:15 8:30യുടെ ഉള്ളിലാണ് അത്താഴപൂജ തീരുള്ളൂ. അത്താഴപൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൊഴാൻ വന്ന ഭക്തന്മാരെ മുഴുവൻ തൊഴിയിച്ചതിന് ശേഷമാണ് ശിവേലി, അത്താഴ ശിവേലി. അത്താഴ ശിവേലി കഴിഞ്ഞ് അത്താഴ ശിവേലി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേശാന്തി പിന്നെ മുറിയിലേക്ക് പോകും. പിന്നെ തൃപ്പുക എന്ന് പറയുന്നുള്ള ഒരു ചടങ്ങാണ്. അത് ശാന്തിയേറ്റ നമ്പൂതിരിമാരാണ് അത് ചെയ്യുക. തൃപ്പുക കഴിഞ്ഞ് പിന്നെ വിളക്കാണ്. വിളക്ക് ഗുരുവായൂരപ്പനെ എഴുന്നള്ളിക്കണ ചുറ്റുമുള്ള ആ വിളക്കുകൾ കത്തിച്ച് ഗുരുവായൂരപ്പനെ 3 പ്രദക്ഷിണമായിട്ട് എഴുന്നള്ളിക്കും. ആ വിളക്ക് കഴിഞ്ഞ് പിന്നെ അതും കഴിഞ്ഞാലാണ് നട അടയ്ക്കുക. അപ്പോൾ ശാന്തിയേറ്റ നമ്പൂതിരിമാർ, ഈ ഗുരുവായൂരപ്പനെ എഴുന്നള്ളിക്കുന്ന ആ ശാന്തിയേറ്റ നമ്പൂതിരിമാരാവും നട അടയ്ക്കുക. എന്നാൽ ഗുരുമേശാന്തര ശിഷ്യന്മാർ അവിടെ ഉണ്ടാവും, താക്കോൽ മേടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും. അവർ താക്കോൽ പൂട്ടിയിട്ട് നല്ലോണം ഉറപ്പ് വരുത്തിയതിന് ശേഷം താക്കോൽ ഇവരുടെ കയ്യിൽ കൊടുത്ത് മേശാന്തിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കും. അങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ അതാവുമ്പോഴേക്കും ഏകദേശം 10 മണിയോട് കൂടിയിട്ടാവും. 9:30-10 മണിയാണ് ഈ വിളക്ക കഴിയുമ്പോഴേക്കും സമയമാവുക. വിളക്ക് കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണാട്ടം കളിയാണ് ഗുരുവായൂർ. അത് ചില മാസങ്ങളിലെ കൃഷ്ണാട്ടം കളി ഉണ്ടാവുള്ളൂ. ചില മാസങ്ങളിൽ അവർക്ക് ഈ കൃഷ്ണാട്ടത്തിൻ്റെ ഉഴിച്ചിൽ എന്ന് പറയുന്ന സമ്പ്രദായം ഉള്ളതുകൊണ്ട് ചില മാസങ്ങളിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സെപ്റ്റംബർ മാസം മുതലാണ് കൃഷ്ണാട്ടം കളി ആരംഭിക്കുക. ആ സെപ്റ്റംബർ മാസം മുതൽ കൃഷ്ണാട്ടം കളി ആരംഭിച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബറാണെന്ന് തോന്നുന്നു കൃഷ്ണാട്ടം കളി ആരംഭിക്കുക. പിന്നെ സ്ഥിരമായിട്ട് ചൊവ്വാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും കൃഷ്ണാട്ടം കളി ഉണ്ടാവാറുണ്ട്. ആ കൃഷ്ണാട്ടം കളി തീരുന്നത് ഏകദേശം 12:30-1 മണി സമയത്താണ് കൃഷ്ണാട്ടം കളി തീരുക. ഏകദേശം 2-2.5 മണിക്കൂർ കളിക്കാനുണ്ടാവും ചിലപ്പോൾ. അങ്ങനെ അതാണ് ഒരു ദിവസത്തെ ഭഗവാന്റെ കാര്യങ്ങൾ. ഈ ഞാനുള്ള സമയത്ത് ഞാൻ 2021 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ 30 വരെയാണ് ഞാൻ 6 മാസമാണ് ഭഗവാനെ പൂജിക്കാനും പാദസേവ ചെയ്യാനൊക്കെ ഉള്ളൊരു ഭാഗ്യം എനിക്ക് സാധിച്ചത്. ആ സമയത്ത് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അന്ന് ഈ കൊറോണ കാലത്തായിരുന്നു. കൊറോണ മാറിയുള്ള ഒരു കാലഘട്ടമായിരുന്നു അന്ന്. ഏപ്രിൽ മാസത്തിൽ ഞാൻ ചാർജ് എടുത്ത് കഴിഞ്ഞപ്പോൾ 1 മാസം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മെയ് മാസം കംപ്ലീറ്റ് ഗുരുവായൂർ അമ്പലത്തിലെ ഭക്തർക്കുള്ള പ്രവേശനം ഇല്ലായിരുന്നു. പിന്നെ ജൂൺ 17 ശേഷമാണ് വീണ്ടും ആരംഭിച്ചത്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ 4 മാസത്തോളം പിന്നെ വീണ്ടും സാധാരണ പോലെ, അതായത് ഓൺലൈൻ ക്യൂ ആയിട്ടാണ് ഭക്തന്മാരെ പ്രവേശിച്ചിരുന്നത്. 5000, 10000 എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കണക്ക് പ്രകാരമാണ് അന്ന് പ്രവേശിപ്പിച്ചത്. അന്ന് ആ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാന വഴിപാടായിട്ടുള്ള ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ എന്ന് പറയുന്ന വഴിപാട് ഭക്തന്മാർ ചെയ്യുന്നൊരു വഴിപാടാണ് ഉദയാസ്തമന പൂജ. ആ പൂജയൊന്നും പ്രധാന വഴിപാടുകളൊന്നും ഇല്ല സാധാരണ. അതുപോലെ ഈ ഉത്സവങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്നത് ഒരു ചടങ്ങ് മാത്രമായിട്ടാണ് അന്നൊക്കെ ഉണ്ടായത്. വലിയ ആഘോഷങ്ങളായിട്ടുള്ള ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ കൊറോണ എന്ന മഹാമാരി ഉള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു ആഘോഷമായിരുന്നു ആ കാലത്ത്. കാരണം ആരുടെയും ഒരു പരിഭവവും കേൾക്കാനില്ല. ധാരാളം ഒരാളുടെ ഞാനും ഗുരുവായൂരപ്പനും മാത്രം ഗുരുവായൂർ അമ്പലത്തിൽ. ആ മെയ് മാസം 1 മാസക്കാലമൊക്കെ ആരുമില്ല ഗുരുവായൂർ. ഒരു 4-5 കാവക്കാരുണ്ടാവും, മേശാന്തി ഉണ്ടാവും, പിന്നെ പ്രവൃത്തിക്കാരായിട്ടുള്ള ആൾക്കാർ ആ സമയങ്ങളിൽ വരും, കാണും എന്നല്ലാണ്ട് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഞാനും ഗുരുവായൂരപ്പനും ഒരു 2 ശിഷ്യന്മാരും ഉണ്ടാവും. ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഒരു ഭഗവാനെ പൂജിക്കുക എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഒരാൾക്കായാലും ആ മേശാന്തിയായ ഒരാൾക്കായാലും ഒക്കെ
ഗുരുവായൂരപ്പനെ എങ്ങനെയൊക്കെ പൂജിക്കാൻ പറ്റിച്ചാൽ അതൊക്കെ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത്രയും സന്തോഷമാണ് ഉണ്ടാവുക. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, അതായത് ഓദിക്കന്മാരൊക്കെ ചോദിക്കാറുണ്ട് ചിലപ്പോൾ ഒരു ശിവേലി കഴിച്ചോട്ടെ എന്ന് ചോദിക്കും. മേശാന്തിയുടെ അധികാരത്തിൽ വരുന്നതാണ് ശിവേലിയൊക്കെ. അപ്പം ഓദിക്കന്മാർ ചോദിക്കും, ഈ ശിവേലി ഞാൻ കഴിച്ചോട്ടെ മേശാന്തി എന്ന് ചോദിക്കും. അപ്പോൾ അത്രയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഭഗവാനോടുള്ള താല്പര്യം കൊണ്ടാണ് അത് ചോദിക്കുന്നത്. അപ്പോൾ അതിനെന്താ ഞാൻ പറയാറുണ്ട് കേട്ടോ, തന്ത്രിയോട് ചോദിച്ചോ, തന്ത്രിക്ക് വെച്ചാൽ എനിക്ക് വിരോധമില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അവർ പറയും, തന്ത്രിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു മേശാന്തിയോട് ചോദിച്ചിട്ട് എന്താ വെച്ചാൽ തീരുമാനിച്ചോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ പറയുക. അപ്പോൾ അത് അത്രയും അങ്ങനെയുള്ള സമയങ്ങളിൽ എനിക്കുണ്ടായൊരു ഭാഗ്യം എന്ന് പറയുന്നത്, ഭഗവാന് ഇപ്പോൾ ഒരു സാധാരണ 183 ദിവസമാണ് ഒരു മേശാന്തിയുടെ കാലയളവ്, 6 മാസം എന്ന് പറയുന്നത്. ആ 183 ദിവസങ്ങളിൽ എനിക്ക് ഭഗവാനെ ഉച്ചപൂജ ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസങ്ങളെന്ന് പറയുന്നത്, എനിക്ക് 10 ദിവസം പെലയായി. ഒരു കുടുംബത്തിലെ ഒരാൾ മരിച്ചിട്ടുള്ളൊരു പെലയായി. ആ സമയത്ത് പൂജ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈ 6 മാസങ്ങളിൽ ശുദ്ധിക്രിയകളുണ്ട് ക്ഷേത്രത്തിൽ വെച്ചിട്ട്. ആ 6 മാസത്തിൽ ശുദ്ധിക്രിയകളിൽ അന്ന് ഉച്ചപൂജ ചെയ്യേണ്ടത് തന്ത്രി ആണ്. ആ സമയത്ത് ഉച്ചപൂജ സാധിച്ചിട്ടില്ല. അപ്പോൾ 10ഉം 6ഉം 16 ദിവസം. പിന്നെ ഒരു പുത്തരി ദിവസം, പുത്തരി നിവേദിക്കുന്ന ദിവസം ഉച്ചപൂജ തന്ത്രി അദ്ദേഹമാണ്. അന്നും എനിക്ക് സാധിച്ചില്ല. അപ്പോൾ 17 ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും, ഈ 183 ദിവസങ്ങളിൽ ബാക്കി എല്ലാ ദിവസവും എനിക്ക് ഉച്ചപൂജ ചെയ്യാൻ ഭഗവാനെ സാധിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു പുണ്യം കിട്ടിയത് തന്നെ എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. അത് എൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറെ ഒരാൾക്കും കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കിട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഒരു അനുഭവം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒട്ടും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. സാധാരണ പോലെ തന്നെ സാധാരണ സമയത്ത് തന്നെ ഇപ്പോൾ ആൾക്കാരൊക്കെ ഭക്തന്മാരൊക്കെ കെട്ടി വരുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു 10:30 ആകുമ്പോഴേക്കും ഉച്ചപൂജ കഴിയുന്ന ഒരു സമ്പ്രദായം ആക്കിക്കൊണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 1:30 വരെ നട തുറന്നിരിക്കും. പക്ഷേ 10:30 ആകുമ്പോഴേക്കും ചടങ്ങുകളെല്ലാം കഴിഞ്ഞോട്ടെ എന്നുള്ള ഒരു ഇത് ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്നും തന്ത്രിയുടെ ഭാഗത്തുനിന്നൊക്കെ ഉള്ളതുകൊണ്ട് 10:30 ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഉച്ചപൂജയൊക്കെ കഴിഞ്ഞ് നമുക്ക് മുറിയിലെത്തി എന്തെങ്കിലും ഒരു തുള്ളി വെള്ളം ഇറക്കാൻ പറ്റും. ഇപ്പോഴൊക്കെ ആയിട്ടുള്ള മേശാന്തിമാർക്ക്, അത് കൊറോണ കഴിഞ്ഞിട്ടുള്ള മേശാന്തിമാർക്ക് സാധാരണ അവർ ഒരു ഗ്ലാസ് വെള്ളം തൊണ്ടയിലേക്ക് ഇറക്കണമെങ്കിൽ ഏകദേശം 12:45 1 മണിയാവും. ഈ 2:15 എണീച്ചിട്ട് 12:45 1 മണി സമയത്താണ് ഒരു മേശാന്തിയെ സംബന്ധിച്ച് വെള്ളം ഇറക്കാൻ സാധിക്കുള്ളൂ. അതുവരെ മേശാന്തി ശുദ്ധവാസം തന്നെയാണ്. ഒന്നും കഴിക്കാണ്ട് ഭഗവാനെ പൂജിക്കാൻ വേണ്ടിയിട്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ആ സമയത്ത് നമുക്ക് ആ മേശാന്തി പദം കിട്ടിക്കഴിഞ്ഞാൽ മുതൽ നമ്മൾ നാമം ജപിക്കാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്തിരിക്കും. അത് ഭഗവാൻ നമ്മളിലേക്ക് എത്തിയിരിക്കും. അതാണ് അവിടുത്തെ സത്യം. നമ്മൾ ഭഗവാൻ എത്ര വയ്യാണ്ടുള്ള ആളാണെങ്കിലും ശരി, ആ 6 മാസം ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഭഗവാൻ കഴിച്ചു തരും. ഇപ്പോൾ ഷുഗറുള്ള ആൾക്കാർ മേശാന്തിമാരായിട്ടുണ്ട്. ഷുഗർ ആലോചിച്ചറിയാലോ, ഷുഗർ കൂടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാത്ത ആൾക്കാർ ആയിക്കഴിഞ്ഞാൽ ഭഗവാൻ അതൊന്നും വിഷയമില്ല. ഭഗവാൻ ആ മേശാന്തിയെ കയ്യോടുകൂടി ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകും, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട്. അത് കഴിഞ്ഞാൽ അപ്പോഴാണ് 6 മാസം കഴിഞ്ഞാലാണ് അദ്ദേഹത്തിന് തോന്നുന്നത് ഞാൻ എങ്ങനെ ഇത് കഴിച്ചത് തോന്നുന്നു. ഈ ഷുഗറൊക്കെ കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടില്ല. പായസം, ഭഗവാന് പൂജിച്ച പായസം ധാരാളം കഴിക്കും, അപ്പോഴും ഒന്നും പ്രശ്നമില്ല. വെണ്ണ ധാരാളം കഴിക്കും, ഭഗവാന്റെ ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ ധാരാളം കഴിക്കും. ഇതൊക്കെ കഴിച്ചാലും ഷുഗർ ആ 6 മാസം വരെ ഒരു പ്രശ്നമില്ലാണ്ട് അത് ഭഗവാൻ തന്നെയാണ് കൊണ്ടു നടത്തുന്നത്. ഭഗവാൻ തിരഞ്ഞെടുക്കുന്നു. അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഭഗവാൻ തന്നെ തിരഞ്ഞെടുക്കുകയാണ് മേശാന്തിയെ. ഇനി 6 മാസം എന്നെ പൂജിക്കേണ്ടത് ആരാണെന്ന് ഭഗവാൻ തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുത്തിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് അതിൻ്റെ ബാധ്യത. അത് അദ്ദേഹം നിറവേറ്റി തരും എന്നുള്ളൊരു വിശ്വാസമാണ് അവിടെ. അതാണ് ഒരു മേശാന്തിയെ സംബന്ധിച്ച് അവിടെ ഉള്ളത്. കൃഷ്ണ
ബാന്ധവ കൃഷ്ണ ഹരി